When you want to submit your life to believe in the truth and follow the truth, and when man as well as the devil together may counsel against you and close all the doors, there is a door in heaven that can never be shut. Praise God. മനുഷ്യൻ അടച്ച വാതിലുകളെ നോക്കി നിരാശപ്പെട്ട് നിൽക്കരുത്. ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന പുതിയ വാതിൽ കണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വിശ്വസിക്കുക. Yes. This night you shouldn't stand back looking at the doors that is closed before you, but look at the doors God wants to open for you. ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് എന്നും തുറന്നു തന്നെ ഇരിക്കും. If God opens a door for you, it shall remain open. ആമേൻ. നീതി നിർവഹിക്കപ്പെടേണ്ട സ്നാനം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായിരുന്നു. Amen. In order to fulfill the righteousness of God, the righteousness has to be fulfilled. ആമേൻ. വേദപുസ്തകത്തിൽ പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്നാനം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Mark chapter number 10 verse number 39 we can read the second baptism. യോഹന്നാനോടും യാക്കോബിനോടും യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു. To John and James Jesus Christ said like this, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യും. If you should take the baptism that I am taking and drink the cup that I drink. എന്താണ് യേശുക്രിസ്തു ഏൽക്കുന്ന സ്നാനം എന്ന് പറയുന്നത്? What does it mean when you say Jesus received that baptism? ആ സ്നാനം നിങ്ങളും ഏൽക്കുമെന്ന് യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. Jesus Christ very clearly mentions that you will also take that baptism. കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി സാർവത്രികമായ കഷ്ടത എന്ന സ്നാനം അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. We who are followers of Christ will have to go through that universal fact that we have to suffer for Christ. നാം ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചത് കഷ്ടത മാറേണ്ടതിനല്ല, ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞാണ് നാം ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ചത്. The reason why you and I came to serve the Lord is not that we will have no issues in our life, but to serve, but to suffer for Christ. വേദപുസ്തകം ആരംഭം മുതൽ അവസാനം വരെ പഠിച്ചാൽ കഷ്ടത മാറ്റിത്തരാമെന്ന് ഒരു സൂചന പോലും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കഷ്ടതയിൽ തുണ നിൽക്കാമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. If you read the entire Bible, nowhere it mentions that God is going to resolve every problem that you face, but God says He will always be there in the midst of the trouble. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ ഒറ്റ വാക്കിൽ പരിചയപ്പെടുത്തിയാൽ, if I can introduce the message what the Lord had to say, വിശപ്പോടെ ശുശ്രൂഷ ആരംഭിച്ച് ദാഹത്തോടെ ശുശ്രൂഷ അവസാനിപ്പിച്ചവനാ നമ്മുടെ കർത്താവ്. Lord Jesus Christ in the wilderness started His ministry with hunger and ended His ministry with thirst on the cross. മരുഭൂമിയിലെ ഉപവാസാനന്തരം യേശുവിനെ വിശന്നു. Amen. In the wilderness after the fasting Jesus Christ hungered. കാൽവരിയുടെ കൊലമരത്തിൽ ഇരുകള്ളന്മാരുടെ മധ്യത്തിൽ ഇരുമ്പാണികളായി തൂങ്ങിക്കിടക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. Amen. When He was hanged on the cross between the two thieves, praise God, He called out and said, I thirst. ഈ വിശപ്പിനും ദാഹത്തിനും മധ്യത്തിൽ സുവിശേഷയുടെ സുവിശേഷം എന്ന് പറയുന്ന ഒരു കാലയളവ് ഇല്ല. Praise the Lord. There is no prosperity gospel in between the hunger and the thirst. ആമേൻ. ഇതിന്റെ മധ്യത്തിൽ കഷ്ടതയുടെ കാലയളവുള്ളപ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, നാം ഒറ്റയ്ക്കല്ല, ഒറ്റപ്പെടുകയുമില്ല. ഇത് അനുഭവിച്ചവൻ നമ്മുടെ മുൻപിലുണ്ട്. Even in the midst of all this there are times of trouble. We should always remember the one who suffered for us is with us. ഒരു ദൈവ പൈതലിന്റെ ആമേൻ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയുന്നത്, yes, the hope and expectation of a child of God. അവർ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. There are two things that a child of God will always expect. ഒന്ന് കർത്താവിന്റെ മടങ്ങി വരവ്. First of all, the return of our Lord Jesus Christ. അത് താമസിക്കുകയാണെങ്കിൽ നമ്മുടെ മരണത്തിനായി നാം ഒരുങ്ങി കാത്തിരിക്കുന്നവരാണ്. And if it delays, then we will have to be prepared and wait for a death. ഒന്നുകിൽ മശിഹായുടെ മടങ്ങി വരവ്, അതല്ല എങ്കിൽ നമ്മുടെ മരണം. Either Messiah comes back or we will leave this world. ഈ രാത്രി കർത്താവിന്റെ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ, this night if the trumpet of the Lord shall sound, ആമേൻ, പഴയ നിയമ പിതാക്കന്മാരും പുതിയ നിയമ പിതാക്കന്മാരും ഒറ്റ ടീമായിട്ട്
ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു കോൺഫറൻസിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് എതിരേൽക്കപ്പെടുവാനിടയാകും. We are going to be gathered together for the greatest conference that the world has ever seen. ആമേൻ. ഈ പോകുന്ന യാത്രാ മധ്യത്തിൽ അവർ ഒരു പാട്ട് പാടുവാനിടയായി തീരും. In this journey they are going to sing a song. ഹേ മരണമേ നിന്റെ ജയം എവിടെ? Hey death, where is your victory? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? Oh Hades, where is the sting of your death? മരണമേ വിജയം എവിടെ എന്ന് പാടുന്നവർ they will sing a song saying, hey death, where is your victory? മരണം കാണാതെ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരാണ്. Will be the people who will not see death. പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പാടുന്നവർ, and those who sing, oh Hades, where is the sting? മരണത്തിന്റെ പാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. will be the people who have gone to the grave. ആമേൻ. വലിയൊരു കൂട്ടം ദൈവസന്നിധിയിൽ കയറി ചെല്ലുമ്പോൾ, and when all this multitude are gathered in the presence of God, ദൈവസിംഹാസനത്തിന് ചുറ്റും ദേവദൂത വൃന്ദ സമൂഹത്തിന്റെ മധ്യത്തിൽ നമ്മുടെ ദൈവം ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. praise God. Today as we worship, our Lord is being worshipped in the midst of all the thousands of angels around. ആമേൻ. ദൂതന്മാർ ആരാധിക്കുന്ന അവരുടെ അധിവാസ സ്ഥലത്തേക്ക് ഒരു പുതിയ കൂട്ടം കയറി ചെല്ലുവാൻ ഇടയായി. There is a new generation, group of people that is going to be gathered to the presence of God. അവരുടെ ആരാധന മധ്യത്തിൽ ഒരു നിമിഷം ഈ പുതിയ വിഭാഗത്തെ ശ്രദ്ധിക്കപ്പെടുവാനിടയായി തീരും. For a while this new group of people we noted very carefully. അവർ ഇന്ന് ആരാധിക്കുന്നത്, today when they worship, ഒരുത്തനോട് ഒരുത്തൻ പറയും, സൈന്യങ്ങളുടെ യഹോവേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് വിളിച്ചു പറയും. and to one another they are going to say, you are holy, holy, holy. ആമേൻ. എപ്രകാരം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഓരോ ദൂതന്മാരാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. if we assume that we both are angels, ആമേൻ. ഈ ദൂതനോട് ഞാൻ പറയും, നമ്മുടെ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. to this angel I will say, thou art holy, holy, holy. ഇത് കേൾക്കുന്ന മറ്റേ ദൂതനും പറയും, നമ്മുടെ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറയും. and in response to that the other angel will say, our Lord is holy, holy, holy. അവർ ഒരിക്കൽ പോലും ദൈവമുഖത്തേക്ക് നോക്കാതെ തമ്മിൽ തമ്മിൽ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമൈതലേ, ആമേൻ, തിരുമുഖം ദൈവമേത്തേക്ക് നോക്കി കൃപാസനത്തോട് അടുത്ത് വന്ന് ദൈവമേ എന്ന് വിളിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരെ ഇന്ന് രാത്രി എത്രമാത്രം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിപ്പാനിടയാകണം. This night you and I should remember, if the angels had only given the privilege to look at each other and worship God, this morning we've been granted the privilege to look at the face of Jesus Christ and worship Him, and how much more we should be thankful for that privilege. കാഹളത്തിന്റെ ധ്വനിയിൽ പുനരുദ്ധാനവും രൂപാന്തരവും പ്രാപിച്ച് കരേറി ചെന്ന ജനത്തെ നോക്കിക്കൊണ്ട് ദൂതന്മാരുടെ പ്രതിനിധികളിൽ ഒരാൾ ദൈവത്തോട് ചോദ്യം ചോദിക്കും. I mean, there will be a question when the children of God will be taken away in the clouds. യജമാനനെ ഇവർ ആരാകുന്നു? ഇവർ എവിടെ നിന്ന് വന്നവരാകുന്നു? I mean, the angel will ask the Lord, Lord, who are these and where did they come from? ആമേൻ. ഈ പുതിയ വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമായിരിക്കും. And this is how God is going to introduce the new group of people to angels. ഇവർ ആരാകുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി, to who these people are, the answer would be, ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാകുന്നു. they are the ones who have washed their garments in the blood of Jesus Christ. ഇവർ എവിടെ നിന്ന് വന്നവരാകുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി, from where they come, the answer would be, ഇവർ മഹാ കഷ്ടതയിൽ നിന്ന് വന്നവരാകുന്നു എന്നാണ് പരിചയപ്പെടുത്തുന്നത്. these are the ones who came out of the great tribulation. അവരെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ മഹാ കഷ്ടതയിൽ നിന്നാണ് വന്നവരെന്ന് നമ്മെ നോക്കി പരിചയപ്പെടുത്തണമെങ്കിൽ ഇവിടെ നാം ചില കഷ്ടതകൾ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. God has to introduce us as a group of people who came through tribulation. We should understand we will have to suffer in this world. ഇത് സന്തോഷത്തോടെ അനുഭവിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. Those who suffer for the Lord,
Hallelujah. I want to thank you for that. ആമേൻ. മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ സ്നാനം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. Mark 16 verse number 16 we see the next baptism. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. It says he who has believed and has been baptized shall be saved. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും.